ഹായ്, എല്ലാവർക്കും അനൂസ് കിച്ചണിലേക്ക് സ്വാഗതം. ഇന്ന് പുട്ട് നല്ല സോഫ്റ്റും കൂടുതൽ ടേസ്റ്റുമായിട്ട് തയ്യാറാക്കാനുള്ള കുറച്ച് ടിപ്സാണ് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത്. അപ്പോൾ ഇതെങ്ങനെയാണെന്ന് നോക്കാം. ആദ്യം നമുക്ക് നല്ല ഗോതമ്പ് പുട്ടുണ്ടാക്കാം. അപ്പോൾ ഞാൻ അതിനായിട്ട് ഒരു 1/2 കപ്പ് ഗോതമ്പ് പൊടി എടുത്തിട്ടുണ്ട്. ഇതിനകത്തേക്ക് ആദ്യം ആവശ്യത്തിനുള്ള ഉപ്പിട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് ഞാൻ 2 ചെറിയ നുള്ള് ഏലക്കാപ്പൊടി ചേർക്കുവാണ്. ഏലക്കാപ്പൊടി ചേർക്കുമ്പോൾ ഈ പുട്ടിന് നല്ലൊരു ഫ്ലേവറും നല്ലൊരു ടേസ്റ്റും കിട്ടും. ഏലക്കയുടെ ടേസ്റ്റ് അങ്ങനെ ഒത്തിരി മുന്നിട്ട് നിൽക്കത്തില്ല. അത് കഴിക്കുന്ന സമയത്ത് ചെറുതായിട്ട് ആ ഒരു ഫ്ലേവർ ഉണ്ടാവുമെന്ന് മാത്രമേ ഉള്ളൂ. ഇതിനെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇതിനകത്തേക്ക് ചെറിയ ചൂട് വെള്ളം ഒഴിച്ചിട്ട് കുറച്ചായിട്ട് ഒഴിച്ചിട്ട് നമുക്കിത് നനച്ചെടുക്കാം. വെള്ളം ആദ്യം നമ്മുടെ കയ്യിലേക്ക് ഇങ്ങനെ ഒഴിച്ചിട്ട് പൊടിയിലോട്ട് ഇങ്ങനെ കുടഞ്ഞൊഴിച്ചാൽ മതി. എന്നിട്ട് പെട്ടെന്ന് തന്നെ അതങ്ങ് മിക്സ് ചെയ്ത് കൊടുക്കണം. ഒരുപാട് സമയം വെള്ളം അതിനകത്ത് തങ്ങി നിൽക്കരുത്. പെട്ടെന്ന് അങ്ങ് മിക്സ് ചെയ്താൽ മതി. അപ്പോൾ കട്ട പിടിക്കുന്നത് കുറവായിരിക്കും. ഇതിനകത്ത് ഇപ്പോൾ കുറച്ച് കട്ടയൊക്കെ പിടിച്ചാലും കുഴപ്പമില്ല. കാരണം നമ്മൾ പിന്നെ ഇത് മിക്സിയിൽ അടിക്കുന്നുണ്ട്. അപ്പോൾ അതൊക്കെ അങ്ങ് മാറിക്കിട്ടും. അപ്പോൾ നമ്മുടെ വിരൽ വെച്ചിട്ട് ഇങ്ങനെ ഈ ഒരു രീതിയിൽ മിക്സ് ചെയ്തെടുത്താൽ മതി. ഒരു സമയത്ത് മാക്സിമം 1 ടേബിൾ സ്പൂൺ വെള്ളമേ ഒഴിക്കാവുള്ളൂ. ഒരുപാട് വെള്ളം ഒഴിക്കരുത്. ഞാൻ ഇതുപോലെ നനച്ചെടുത്തിട്ടുണ്ട്. ഞാൻ ഏകദേശം ഒരു 4 ടേബിൾ സ്പൂൺ വെള്ളമാണ് ഇതിനകത്തോട്ട് ചേർത്തത്. നിങ്ങൾ ചേർക്കുമ്പോൾ ചിലപ്പം കുറച്ച് കൂടുതലോ കുറവോ ഒക്കെ ആയിരിക്കും. കറക്റ്റ് അളവ് തന്നെ ആവണമെന്ന് നിർബന്ധമില്ല. അപ്പോൾ ഈ ഒരു രീതിയിൽ നനച്ചെടുത്താൽ മതി. ഇനി ഇത് നമുക്ക് മിക്സിയിലിട്ടിട്ടൊന്ന് അടിച്ചെടുക്കാം. മാവ് മിക്സിയിലിട്ട് അടിക്കുമ്പോൾ 2 കാര്യങ്ങൾ ശ്രദ്ധിക്കണം. ഒന്ന്, നമ്മൾ ഈ എടുക്കുന്ന മിക്സിയുടെ ജാർ എപ്പോഴും നല്ല ഡ്രൈ ആയിരിക്കണം. അതിനകത്ത് ഒട്ടും തന്നെ വെള്ളം പാടില്ല. വെള്ളം ഉണ്ടെങ്കിൽ നമ്മൾ അടിക്കുന്ന സമയത്ത് മാവ് കൂടുതൽ കട്ട പിടിക്കും. അപ്പോൾ അത് പ്രത്യേകം ശ്രദ്ധിക്കണം. പിന്നെ ഈ ജാറിൽ ഒരിക്കലും നിറയെ മാവിട്ട് അടിക്കരുത്. എപ്പോഴും ഒരു 1/4 ഭാഗമേ ഇടാവുള്ളൂ. അതായത് ഒരു സമയത്ത് കുറച്ച് മാവിട്ട് അടിച്ചാൽ മതി. ഒരുപാട് ഇട്ട് കഴിഞ്ഞാലും നേരെ അത് പൊടിഞ്ഞ് കിട്ടത്തില്ല. അപ്പോൾ ഈ ജാറിലേക്ക് ഞാനിപ്പോൾ നനച്ച് വെച്ച ഗോതമ്പ് പൊടി ഇടുവാണ്. ഇതിപ്പോൾ കുറച്ചല്ലേ ഉള്ളൂ. അപ്പോൾ അതുകൊണ്ട് ഒരു സമയത്ത് തന്നെ ഒരുമിച്ച് തന്നെ ഇട്ട് അടിച്ചെടുക്കാം. അപ്പോൾ നനച്ച മാവിട്ടിട്ടുണ്ട്. ഇനി ഇതിനകത്തേക്ക് ഒരു 1/2 ടീസ്പൂൺ പഞ്ചസാരയും കൂടി ചേർക്കുവാണ്. പഞ്ചസാര ഓപ്ഷണലാണ് കേട്ടോ, നിർബന്ധമില്ല. അത് ചേർക്കുമ്പോൾ നേരത്തെ ഏലക്കാപ്പൊടി ചേർത്ത പോലെ തന്നെ ഒരു പ്രത്യേക ടേസ്റ്റ് കിട്ടും. ചെറുതായിട്ട്, വളരെ ചെറുതായിട്ടൊരു മധുരം നമ്മൾ കഴിക്കുമ്പോൾ അറിയാൻ പറ്റും. അപ്പോൾ അതിനായിട്ടാണ് ഈ 1/2 ടീസ്പൂൺ പഞ്ചസാര ചേർക്കുന്നത്. പക്ഷേ നിങ്ങൾക്ക് വേണ്ടാന്നുണ്ടെങ്കിൽ ഒഴിവാക്കാം. നിങ്ങളിപ്പോൾ ഡയറ്റിംഗ് ഒക്കെ ചെയ്യുന്ന ആൾക്കാരാണെങ്കിൽ ഒഴിവാക്കിയാൽ മതി. അപ്പോൾ ഇത് നമുക്കിനി മിക്സിയിലിട്ടിട്ട് ഒന്ന് അടിച്ചെടുക്കാം. ഇത് ഒരുപാട് സമയം അടിക്കേണ്ട ആവശ്യമില്ല കേട്ടോ. ജസ്റ്റ് ഒന്ന് ഓൺ ചെയ്ത് ഓഫ് ചെയ്യാം. ഇത്രയും മതി. ഇപ്പോൾ ഇതിനകത്ത് കണ്ടോ കുറച്ച് കട്ടകളുണ്ട്, അത് മാറിയിട്ടില്ല. അപ്പോൾ ഞാൻ ഇതിനകത്തേക്ക് 1 ടേബിൾ സ്പൂൺ ഗോതമ്പ് പൊടി ചേർക്കുവാണ്. ഇതിട്ടിട്ട് ഒന്നും കൂടി ഒന്ന് അടിച്ചെടുക്കണം. അപ്പോൾ കുറച്ചും കൂടി കട്ടകൾ മാറിക്കിട്ടും. അപ്പോൾ ഇത് വീണ്ടും അടിച്ചു കഴിയുമ്പോൾ ഇതിനകത്ത് പിന്നെയും കട്ടകൾ കിടപ്പുണ്ടെന്ന് തോന്നുവാണെങ്കിൽ കുറച്ചും കൂടി ഗോതമ്പ് പൊടി ഇട്ടിട്ട് ഇതുപോലെ തന്നെ വീണ്ടും ഒന്നും കൂടി അടിച്ചെടുക്കാം. അപ്പോൾ കുറച്ച് കട്ടകളൊക്കെ ഉള്ളെങ്കിൽ 1 ടീസ്പൂൺ ഗോതമ്പ് പൊടി ഇടുക. അതല്ല കുറച്ച് കൂടുതൽ കട്ട പിടിച്ച് കിടപ്പുവാണെങ്കിൽ 1 ടേബിൾ സ്പൂൺ ഇടുക. അങ്ങനെ അഡ്ജസ്റ്റ് ചെയ്ത് പൊടി ചേർത്തിട്ട് അടിച്ചെടുത്താൽ മതി. അപ്പോൾ ഞാനിവിടെ ആദ്യത്തെ ആ 1 ടേബിൾ സ്പൂൺ ഗോതമ്പ് പൊടി ചേർത്ത് അടിച്ചപ്പം ഈ ഒരു രീതിയിലാണ് കിട്ടിയത്. എനിക്കിങ്ങനെ ഇരിക്കുന്നതാണ് ഇഷ്ടം കേട്ടോ. ഒരുപാട് അങ്ങ് പൊടിഞ്ഞു പോകുന്നതിനേക്കാളും ഇതുപോലെ ചെറിയ ചെറിയ കട്ടകൾ വേണം, എന്നാൽ ഒരുപാട് കട്ട പിടിച്ച് കിടക്കരുത്. ഈ ഒരു രീതിയിലാണ് എനിക്കിഷ്ടം. അപ്പോൾ അതുകൊണ്ട് ഞാൻ 1 ടേബിൾ സ്പൂൺ ആദ്യത്തെ 1 ടേബിൾ സ്പൂൺ ഗോതമ്പ് പൊടി ചേർത്തിട്ട് മാത്രമാണ് അടിച്ചത്. പക്ഷേ നിങ്ങൾക്കിനി ഇത് കുറച്ചും കൂടി പൊടിഞ്ഞ് കിട്ടുന്നതാണ് ഇഷ്ടമെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ കുറച്ചും കൂടി ഗോതമ്പ് പൊടി ചേർത്തിട്ട് ഒന്നും കൂടി അടിച്ചെടുത്താൽ മതി. അപ്പോൾ ഇതിനെ നമുക്ക് ആവിയിൽ വേവിച്ചെടുക്കാം. ആദ്യം ആവശ്യത്തിനുള്ള തേങ്ങ ഇട്ട് കൊടുക്കാം. എന്നിട്ട് മാവ് ചേർക്കാം. പിന്നെ പുട്ട് നിങ്ങൾ ആവിയിൽ വേവിക്കുന്ന സമയവും ശ്രദ്ധിക്കണം കേട്ടോ. ഒത്തിരി സമയം വേവിച്ച് കഴിഞ്ഞാലും ഇതിൻ്റെ സോഫ്റ്റ്നെസ് പോവും. അപ്പോൾ അതുകൊണ്ട് മാക്സിമം ഒരു 5 അല്ലെങ്കിൽ 6 മിനിറ്റ് അത്ര സമയം വേവിച്ചാൽ മതി. ഒന്ന് ആവി വന്നതിന് ശേഷം ഒരു 2 മിനിറ്റും കൂടി വേവിക്കുമ്പോൾ റെഡിയാവും. അപ്പോൾ അത് നല്ല സോഫ്റ്റായിട്ടുള്ള ഗോതമ്പ് പുട്ട് റെഡി ആയിട്ടുണ്ട്. ഇത് നല്ല ടേസ്റ്റിയുമാണ്, അതുപോലെ തന്നെ സോഫ്റ്റുമാണ്. കറിയൊന്നും ഇല്ലാതെ വെറുതെ കഴിക്കാൻ പോലും നല്ല ടേസ്റ്റിയാണിത്. അപ്പോൾ നിങ്ങളിത് ട്രൈ ചെയ്ത് നോക്കണം. ഇനി അടുത്തത് നല്ല സോഫ്റ്റും ടേസ്റ്റിയുമായിട്ടുള്ള അരിപ്പുട്ട് എങ്ങനെ ഉണ്ടാക്കാമെന്നും കൂടി കാണിക്കാം. ഒരു 1/4 കപ്പ് അരിപ്പൊടി എടുത്തിട്ടുണ്ട്. ഇതിന് പുട്ടുപൊടി തന്നെ വേണമെന്ന് നിർബന്ധമില്ല കേട്ടോ. വറുത്ത അരിപ്പൊടി ഏതായാലും മതി. ആദ്യം ഇതിനകത്തേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. ഇതിനകത്തേക്ക് ഞാൻ പാലാണ് ഒഴിക്കാൻ പോകുന്നത്. ചെറിയ ചൂട് പാലെടുത്തിട്ടുണ്ട്.
അപ്പോൾ 3/4 കപ്പ് അരിപ്പൊടിക്ക് ഒരു 2 ടേബിൾ സ്പൂൺ ചെറിയ ചൂട് പാല് ഒഴിച്ചു കൊടുക്കാം. പാലൊഴിച്ച് മിക്സ് ചെയ്യുമ്പോൾ ഈ പുട്ട് നല്ല സോഫ്റ്റും ആവും, നല്ല ടേസ്റ്റിയും ആവും. പക്ഷേ കഴിക്കുമ്പോൾ പാലിൻ്റെ ടേസ്റ്റ് നമുക്കങ്ങനെ അറിയാൻ പറ്റില്ല. അപ്പോൾ ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. 2 ടേബിൾ സ്പൂൺ ചെറിയ ചൂട് പാലാണ് ഞാൻ ചേർത്തത്. ബാക്കി ഇനി വെള്ളം ഒഴിച്ചിട്ട് നമ്മൾ സാധാരണ പുട്ട് നനയ്ക്കുന്ന പോലെ നനച്ചെടുത്താൽ മതി. ഇനി ഇതിനകത്തേക്ക് നമുക്ക് കുറച്ചായിട്ട് ചെറിയ ചൂട് വെള്ളം ഒഴിച്ചിട്ട് നനച്ചെടുക്കാം. അപ്പോൾ ആദ്യം നേരത്തെ നമ്മൾ ഗോതമ്പ് പുട്ട് നനച്ച പോലെ തന്നെ കയ്യിലേക്ക് ഒഴിച്ചിട്ട് മാവിലോട്ടിങ്ങനെ കുടഞ്ഞൊഴിച്ചു കൊടുക്കാം. ഒരു സമയത്ത് മാക്സിമം 1 ടേബിൾ സ്പൂൺ വെള്ളം ഒഴിച്ചാൽ മതി. എന്നിട്ട് വിരൽ വെച്ചിങ്ങനെ മിക്സ് ചെയ്തെടുക്കാം. ഈ അരിപ്പുട്ടിൻ്റെ മാവ് ഞാൻ ഒരിക്കലും മിക്സിയിൽ അടിക്കാറില്ല കേട്ടോ. കൈവച്ച് തന്നെ ഇങ്ങനെ നനച്ചെടുക്കത്തേ ഉള്ളൂ. കാരണം അരിപ്പുട്ട് നമ്മൾ മിക്സിയിൽ അടിച്ച് ചെയ്യുമ്പം ഒരുപാട് അങ്ങ് ഡ്രൈ ആയി പോകുന്നതായിട്ട് തോന്നിയിട്ടുണ്ട്. അപ്പോൾ അതേ മാവ് ഞാനിവിടെ നനച്ചെടുത്തിട്ടുണ്ട്. ഇത് കറക്റ്റ് ആണോ എന്ന് അറിയാനായിട്ട് കുറച്ച് മാവ് എടുത്തിട്ട് ഒരു ഉരുളയാക്കി നോക്കാം. ഓക്കെ, ഇങ്ങനെ എടുത്ത് ഒന്ന് ഉരുളയാക്കി നോക്കാം. അപ്പോൾ ഇതുപോലെ ഉരുട്ടിയെടുക്കാൻ പറ്റണം. പക്ഷേ നമ്മൾ കൈവച്ച് ഇങ്ങനെ പ്രസ് ചെയ്യുമ്പോൾ അതങ്ങ് പൊടിഞ്ഞു പോകണം. ഇതാണ് അതിൻ്റെ പരുവം. ചെറിയ കട്ടകൾ ഇതിനകത്ത് കിടപ്പുണ്ട്. അരിപ്പുട്ട് എപ്പോഴും കുറച്ച് കട്ടകളോടുകൂടി തന്നെ വേവിക്കുന്നതാണ് നല്ലത്. അപ്പോഴാണത് നല്ല സോഫ്റ്റായി കിട്ടുക. ഒത്തിരി പൊടിഞ്ഞു പോയി കഴിഞ്ഞാൽ, ഒട്ടും കട്ടയില്ലാതെ ആയിക്കഴിഞ്ഞാൽ ഒരുപാട് ഡ്രൈ ആയി. ഇതാണ് അതിൻ്റെ പരുവം. ഇതിനെ നമുക്ക് ആവിയിൽ വേവിക്കാം. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ മാക്സിമം ഒരു 5 അല്ലെങ്കിൽ 6 മിനിറ്റ് അത്ര സമയം വേവിച്ചാൽ മതി. ആവി വന്നതിന് ശേഷം ഒരു 2 മിനിറ്റും കൂടി വേവിക്കാം. നല്ല സോഫ്റ്റ് ആയിട്ടുള്ള അരിപ്പുട്ടും റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു രീതിയിൽ നിങ്ങൾ പുട്ടുണ്ടാക്കി നോക്കണം. എന്നിട്ട് ഇഷ്ടപ്പെടുവാണെങ്കിൽ അഭിപ്രായം പറയാൻ മറക്കരുത്. പിന്നെ നിങ്ങൾ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് ചെയ്യണം. പിന്നെ നമുക്ക് അടുത്തൊരു നല്ല റെസിപ്പി ആയിട്ട് വീണ്ടും കാണാം. ബൈ. താങ്ക് യു ഫോർ വാച്ചിങ് അനൂസ് കിച്ചൺ.